ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ദൈവം തരുന്നത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് എങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു. മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. നോക്കിക്കേ, അവിടെ 2 മരണത്തെക്കുറിച്ച് പറയാണ്. മരണത്തിനുള്ള പാപവും മരണത്തിന് ഇല്ലാത്ത പാപവും. ഇത് ഏറ്റുപറഞ്ഞ് അപേക്ഷിച്ചാൽ ക്ഷമിക്കപ്പെടും. മരണത്തിനല്ലാത്ത പാപം ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കപ്പെടും. നിത്യമരണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മരണത്തിനുള്ള പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാലും ചില പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ദൈവം തമ്പുരാൻ്റെ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. ദുഷ്ടനാണ് നമ്മെ പാപം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ദുഷ്ടൻ തൊടാതെ ജീവിക്കുവാൻ തക്കവണ്ണം മരണത്തിനല്ലാത്ത പാപം, ഒരു പാപവും നമ്മളിലൂടെ കടന്നു വരാനിടയാകരുത്. മരണത്തിനുള്ള പാപം ഏതാണെന്നും മരണത്തിനല്ലാത്ത പാപം ഏതാണെന്നും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ. ആമേൻ.